നമസ്കാരം. ന്യൂസ് എഡിറ്റ് ആരംഭിക്കുന്നു. മൂവാറ്റുപുഴയിലെ പ്രധാന വാർത്തകളുമായി ആദ്യം തലക്കെട്ടുകൾ. ബൈക്കിലെത്തി മാലകൾ കവർന്ന് കടന്നു കളഞ്ഞു പ്രതി പോലീസ് പിടിയിൽ. വെള്ളൂർക്കുന്നം സ്വദേശി അർഷാദ് അലിയാണ് മൂവാറ്റുപുഴ പോലീസിന്റെ പിടിയിലായത്. പ്രതി പിടിയിലായത് തമിഴ്നാട്ടിൽ നിന്നും. മൂവാറ്റുപുഴ മേളയിൽ നാടകം അരങ്ങേറി. അച്ഛന്മാരുടെ വിചാരവികാരങ്ങൾ പ്രേക്ഷകർക്ക് പകർന്ന് കൊല്ലം കാളിദാസ കലാകേന്ദ്രമാണ് നാടകം അവതരിപ്പിച്ചത്. ശമ്പള പരിഷ്കരണം, കടയടപ്പ് സമരം ആരംഭിച്ച് മൂവാറ്റുപുഴ താലൂക്കിലെ റേഷൻ വ്യാപാരികൾ. സമരത്തിന് തുടക്കം കുറിച്ച് മൂവാറ്റുപുഴയിൽ ധർണ നടത്തി. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. മാറാടി പഞ്ചായത്തിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ മോഡൽ കരിയർ സെന്റർ, ടൗൺ എംപ്ലോയ്മെന്റ് ഓഫീസ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് മേള സംഘടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബി ഉദ്ഘാടനം ചെയ്തു. മാലിന്യമുക്ത നവകേരളം വിവിധ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളുമായി മൂവാറ്റുപുഴ ഗവൺമെന്റ് TTI, PVC പില്ലർ കമ്പോസ്റ്റ് യൂണിറ്റുകൾ, കിച്ചൺ വേസ്റ്റ് സ്ലറി യൂണിറ്റ്, കരിയിലക്കൊട്ട തുടങ്ങിയ പദ്ധതികളാണ് TTIയിൽ തയ്യാറായിരിക്കുന്നത്. മണ്ണാൻകടവ് തോട്ടിലേക്ക് മലിനജലം ഒഴുക്കുന്നവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി നഗരസഭ. പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചു. ഓടകൾ തുറന്ന് പരിശോധിച്ച് നടപടി സ്വീകരിക്കും. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ വർണ്ണച്ചെറുകുകൾ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ജോർജ് ഉദ്ഘാടനം ചെയ്തു. 104ഓളം ഭിന്നശേഷിക്കാർ കലോത്സവത്തിൽ മാറ്റടിച്ചു. ആനിക്കാട് തിരുവമ്പ്രാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ മകരവാവ് ബുധനാഴ്ച. ചടങ്ങുകൾക്ക് ആനിക്കാട്ടിലെത്ത ബ്രഹ്മശ്രീ നാരായണൻ ഇളയത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. പെരിങ്ങട് തീർത്ഥാടന പള്ളിയിൽ തിരുനാൾ. ജനുവരി 31 മുതൽ ഫെബ്രുവരി 3 വരെയാണ് തിരുനാൾ നടത്തപ്പെടുന്നതെന്ന് വികാരി ഫാദർ പോൾ കാരക്കൊമ്പിൽ. തിരുനാളിനോടനുബന്ധിച്ച് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴയിൽ ബൈക്കിലെത്തി മാലകൾ കവർന്ന കേസിലെ പ്രതി പോലീസ് പിടിയിൽ. വെള്ളൂർക്കുന്നം സ്വദേശി അർഷാദ് അലിയെയാണ് തമിഴ്നാട്ടിൽ നിന്നും മൂവാറ്റുപുഴ പോലീസ് പിടികൂടിയത്. പ്രതിയെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ബൈക്കിലെത്തി മാലകൾ കവർന്ന കേസിൽ പ്രതി പിടിയിൽ. വെള്ളൂർക്കുന്നം കാവുങ്കര സ്വദേശി പുത്തൻപുരയിൽ അർഷാദ് അലിയെയാണ് തമിഴ്നാട്ടിൽ നിന്നും മൂവാറ്റുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജനുവരി 13 പകൽ 12ഓടെ ബൈക്കിലെത്തിയ പ്രതി മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തെ SBI ATMന് മുന്നിൽ നിൽക്കുകയായിരുന്ന യുവതിയുടെ മാല കവരുകയും തുടർന്ന് വൈകുന്നേരം 3:30ഓടെ വെള്ളൂർക്കുന്നം തൃക്കാഭാഗത്തുനിന്ന് നടന്നു പോവുകയായിരുന്ന അങ്കണവാടി അധ്യാപികയുടെ മാല അതേ ബൈക്കിലെത്തി വേഷം മാറി പൊട്ടിച്ചുകൊണ്ടുപോവുകയുമായിരുന്നു. ആലുവ പമ്പ് ജംഗ്ഷന് സമീപത്തു നിന്ന് മോഷ്ടിച്ച ബൈക്കിലാണ് പ്രതി മൂവാറ്റുപുഴയിൽ മാലകൾ മോഷ്ടിച്ചത്. മോഷണത്തിന് ശേഷം കടന്നുകളഞ്ഞ പ്രതിയെ എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നിർദ്ദേശാനുസരണം പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് തമിഴ്നാട് ഏർവാടിയിൽ നിന്നും മൂവാറ്റുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മൂവാറ്റുപുഴ പരിസരത്തെ 30ഓളം CCTV ക്യാമറകൾ പരിശോധിച്ചും സമാന കുറ്റകൃത്യങ്ങൾപ്പെട്ടവരെ നിരീക്ഷിച്ചുമാണ് പ്രതി മോഷണത്തിന് ഉപയോഗിച്ച ബൈക്ക് കണ്ടെത്തി പ്രതിയിലേക്ക് എത്തിയത്. പ്രതിയുമായി പോലീസ് സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. മോഷ്ടിച്ച മാല മൂവാറ്റുപുഴ മാർക്കറ്റ് പരിസരത്തെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. പടവൂർ പോലീസ് സ്റ്റേഷനിലെ മോഷണക്കേസിൽ ജാമ്യം ലഭിച്ച 20 ദിവസത്തിനിടയിലാണ് പ്രതി വീണ്ടും പിടിച്ചുപറി നടത്തിയത്. ആഡംബര ജീവിതത്തിനായാണ് പ്രതി മോഷണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. മൂവാറ്റുപുഴ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് PM ബൈജുവിന്റെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഇൻസ്പെക്ടർ ബേസിൽ തോമസ്, SI-മാരായ KK രാജേഷ്, PC ജയകുമാർ, സീനിയർ CPO-മാരായ PA ഷിബു, CK മീരാൻ, ബിബിൽ മോഹൻ, KA അനസ്, സൂരജ് കുമാർ എന്നിവരാണ് ഉണ്ടായിരുന്നത്. അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. മൂവാറ്റുപുഴ മേളയിൽ കാളിദാസ കലാകേന്ദ്രയുടെ നാടകം അച്ഛൻ അരങ്ങേറി. നാടകാചാര്യൻ O മാധവന്റെ 100ാം ജന്മവാർഷികത്തിൽ അവതരിപ്പിക്കുന്ന നാടകമാണ് അരങ്ങേറിയത്. അച്ഛന്മാരുടെ വിചാരവികാരങ്ങൾ പ്രേക്ഷകരെ അനുഭവിപ്പിച്ച് മൂവാറ്റുപുഴ മേളയിൽ കൊല്ലം കാളിദാസ കലാകേന്ദ്രം അവതരിപ്പിച്ച നാടകം അരങ്ങേറി. ഫ്രാൻസിസ് T മാവേലിക്കര രചന നിർവഹിച്ച ഈ നാടകത്തിൽ അച്ഛൻ മകൻ ബന്ധത്തിന്റെ സമസ്ത ഭാവങ്ങളും വരച്ചിടുന്നു. മകന്റെയും മരുമകളുടെയും കൊച്ചുമോന്റെയും ഇഷ്ടങ്ങളെ അന്വേഷിക്കുന്ന, അവരോട് കളി പറയുന്ന, വഴക്കുകൂടുന്ന,
സുഹൃത്തുക്കളെ പോലെ പരസ്പരം പെരുമാറുന്ന 78 വയസ്സുകാരന്റെ ജീവിത മുഹൂർത്തങ്ങളാണ് നാടകത്തിലൂടെ പറയുന്നത്. അച്ഛൻ എന്ന നാടകത്തിലൂടെ കാളിദാസ കലാകേന്ദ്രം പറയാൻ ആഗ്രഹിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന നന്മകളും മൂല്യങ്ങളും തിരിച്ചു പിടിക്കുക എന്നുള്ളതാണെന്ന് നാടകത്തിലെ പ്രമുഖ കഥാപാത്രത്തെ അവതരിപ്പിച്ച ജീവൻ കണ്ണൂർ പറഞ്ഞു. കാളിദാസ കലാകേന്ദ്രത്തിന്റെ 61ാമത്തെ നാടകമാണ് അച്ഛൻ. കാളിദാസ കലാകേന്ദ്രത്തിന്റെ സ്ഥാപകരിൽ ഒരാളായ ഒ മാധവന്റെ 100ാം ജന്മവർഷമാണ് ഈ വർഷം. പക്ഷേ ഈ പേരും ജന്മവാർഷികവും തീരുമാനിച്ചു വന്നതല്ല, അത് അറിയാതെ വന്നു പോയതാണ്. ആ നാടകത്തിൻ്റെ പേര് അച്ഛനാവുകയായിരുന്നു. അച്ഛൻ എന്ന് പറയുന്ന നാടകത്തിലൂടെ കാളിദാസ കലാകേന്ദ്രം പറയാൻ ആഗ്രഹിക്കുന്നത് നഷ്ടപ്പെട്ടു പോകുന്ന നന്മകളും അസ്തിത്വവും എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. നിത്യജീവിതത്തിൽ നിന്ന് നമുക്ക് കൈമോശം വന്നു പോകുന്ന മൂല്യങ്ങളെ തിരിച്ചു പിടിക്കാനുള്ള ഒരു യാത്രയാണ് അച്ഛനെന്ന നാടകത്തിലൂടെ കാളിദാസ കലാകേന്ദ്രം പ്രേക്ഷകർ സമക്ഷം വയ്ക്കുന്നത്. കുടുംബജീവിതം എന്നതിന് പകരം ഇതൊരു സമൂഹത്തിൻ്റെ മൊത്തം വേവിനെയും നോവിനെയും അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരമൊരു സബ്ജക്റ്റിലേക്ക് കാളിദാസ കലാകേന്ദ്രം എത്തുകയും ഈ ഒരു നാടകം അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. സാധാരണ പരുഷഭാവങ്ങളിൽ കാണുന്ന അച്ഛനു പകരം അമ്മയെപ്പോലെ ഒരു അച്ഛനെയാണ് പ്രേക്ഷകർ കണ്ടത്. സംവിധായകൻ രാജേന്ദ്രന്റെ മികവിൽ വൈകാരിക രംഗങ്ങളുടെ പെരുമഴയും കണ്ണീർ തുളുമ്പുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളും കൊണ്ട് നാടകം ആദ്യന്തം പ്രേക്ഷകരെ പിടിച്ചിരുത്തി. നാടക അവതരണത്തോടനുബന്ധിച്ച് മേള കഴിഞ്ഞ ശിശുദിനത്തിൽ സംഘടിപ്പിച്ച ചിത്രരചനാ മത്സര വിജയികൾക്കുള്ള ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. മൂവാറ്റുപുഴ താലൂക്കിലെ റേഷൻ വ്യാപാരികളുടെ കടയടപ്പ് സമരം ആരംഭിച്ചു. സമരത്തിന് തുടക്കം കുറിച്ച് നടത്തിയ ധർണ റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി സംസ്ഥാന ജനറൽ കൺവീനർ മുൻ MLA അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു. റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് അടിയന്തരമായി പരിഷ്കരിച്ച് നടപ്പിൽ വരുത്തണമെന്ന് ജോണി നെല്ലൂർ ആവശ്യപ്പെട്ടു. കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കബ് ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ടൂർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മാറാടി പഞ്ചായത്തിൽ തൊഴിൽ മേള സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച മേള പ്രസിഡന്റ് OP ബേബി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന മോഡൽ കരിയർ സെന്റർ മൂവാറ്റുപുഴ, ടൗൺ എംപ്ലോയ്മെന്റ് ഓഫീസ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് മാറാടി പഞ്ചായത്തിന്റെ സഹകരണത്തോടെ മേള സംഘടിപ്പിച്ചത്. മേളയിൽ 17 തൊഴിൽദാതാക്കളായ കമ്പനി പ്രതിനിധികൾ പങ്കെടുത്തു. മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി വിവിധ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ ആവിഷ്കരിച്ച മൂവാറ്റുപുഴ ഗവൺമെന്റ് TTI സ്കൂളും പരിസരവും ഭംഗിയാക്കുന്നതിനായി കുട്ടികൾ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മാലിന്യമുക്ത നവകേരള സൃഷ്ടിക്ക് എന്ന ആശയം മുൻനിർത്തി മൂവാറ്റുപുഴ ഗവൺമെന്റ് TTIയിലെ അധ്യാപക വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് വിവിധ ജൈവ അജൈവ മാലിന്യ പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഭക്ഷണ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നതിന് PVC പില്ലർ കമ്പോസ്റ്റ് യൂണിറ്റുകൾ, അടുക്കള മാലിന്യങ്ങൾക്കായി കിച്ചൺ വേസ്റ്റ് സ്ലറി യൂണിറ്റ്,
കരിയിലകൾ ഉപയോഗപ്രദമാക്കുന്നതിനായി കരിയില കൊട്ട തുടങ്ങിയ പദ്ധതികളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 20 ദിവസത്തെ മാലിന്യ നിർമ്മാർജ്ജന ക്യാമ്പയിന്റെ സമാപനത്തിന്റെ ഭാഗമായി ജനുവരി 16-ന് ഗവൺമെന്റ് TTIയെ മാലിന്യമുക്ത വിദ്യാലയമായി പ്രിൻസിപ്പൽ ഷിയാസ് PS പ്രഖ്യാപിച്ചിരുന്നു. മാലിന്യമുക്ത നവകേരളം എന്നുള്ള ആശയത്തിന്റെ ഭാഗമായിട്ട് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ നടക്കുന്ന മാലിന്യമുക്ത പദ്ധതികൾ ഗവൺമെന്റ് TTI മൂവാറ്റുപുഴയിൽ വളരെ ഊർജിതമായി നടപ്പിലാക്കിയതിൻ്റെ സൂചനയാണ് നമ്മളിവിടെ കാണുന്നത്. സ്കൂളും പരിസരവും മാലിന്യമുക്തമാക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കുട്ടികളും അധ്യാപകരും അശ്രാന്ത പരിശ്രമത്തിലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കമ്പോസ്റ്റ് യൂണിറ്റുകൾ സ്ഥാപിച്ചും സോളർ യൂണിറ്റ് സ്ഥാപിച്ചൊക്കെ സ്കൂളിലെ മാലിന്യം തീർത്തും നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ആ ലക്ഷ്യത്തോടെ ശാസ്ത്രീയമായി സംസ്കരിക്കുക എന്നുള്ള ആ മാർഗം ഉപയോഗിച്ചുകൊണ്ട് വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ പദ്ധതികളാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. PVC കമ്പോസ്റ്റുകൾ, സോളർ യൂണിറ്റുകൾ, കരിയില കൊട്ടകൾ പോലുള്ള സ്ഥാപിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, ഹരിതസേനയ്ക്ക് പ്ലാസ്റ്റിക് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് ചാക്കുകൾ വെച്ചുകൊണ്ട് ക്ലാസ്സിലെയും പരിസരത്തുള്ള മുഴുവൻ മാലിന്യവും നമ്മൾ കളക്ട് ചെയ്ത് സോർട്ട് ചെയ്ത് കൃത്യമായിട്ട് ഹരിതസേനയ്ക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. പൂന്തോട്ടം ഇത് കുട്ടികൾ തന്നെ അവരുടെ വിവിധ ഓരോ വർഷങ്ങളിലെ കുട്ടികൾ ഇവിടെ നൽകി വച്ച ചെടിച്ചട്ടികൾ നമ്മളത് എടുത്തു വെച്ച് ചെടിയൊക്കെ നട്ടുപിടിപ്പിച്ച് ഒന്നുകൂടെ സജീവമായി വളരുന്ന ചെടികളാക്കി മാറ്റിയതാണ്. വളമൊക്കെ ഇട്ട് കൊടുത്ത് വെള്ളമൊഴിച്ച് കൃത്യമായി എല്ലാ ദിവസവും കുട്ടികൾ അതിനകത്ത് വെള്ളമൊഴിച്ച് ചെടിയെ പരിപാലിക്കുകയും ചെയ്യുന്നു. ഭക്ഷണ അവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുന്നതിന് 3 PVC പില്ലർ കമ്പോസ്റ്റ് യൂണിറ്റുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിലൂടെ വേസ്റ്റ് ബിന്നുകളുടെ ഉപയോഗം നിർത്തലാക്കാൻ സാധിച്ചു. ഇതിനു പുറമെ അടുക്കള മാലിന്യം കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിനായി കിച്ചൺ വേസ്റ്റ് സ്ലറി യൂണിറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. അടുക്കള മാലിന്യത്തെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റിയെടുക്കുന്നതിനായാണ് ഇത്തരമൊരു പദ്ധതിക്ക് രൂപം നൽകിയതെന്ന് ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ വിഭാഗം ക്ലാസ് ലീഡർ അൻസാമോൾ പറഞ്ഞു. മലിനീകരണ മുക്ത വിദ്യാലയം എന്ന ആശയമായിട്ട് ഞങ്ങൾ ഗവൺമെന്റ് TTIയിലെ കുട്ടികളെല്ലാവരും കൂടി 2 ആഴ്ച നീണ്ടു നിന്ന പരിശ്രമത്തിന്റെ ഒടുവിലായിട്ട് ഞങ്ങൾ ഇവിടെ ഒരുപാട് പ്രൊജക്റ്റുകൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിനകത്ത് എടുത്തു പറയുകയാണെങ്കിൽ ഞങ്ങൾ സ്ലറി യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കിച്ചണിൽ ബാക്കി വരുന്ന പച്ചക്കറി വേസ്റ്റുകളായാലും ഞങ്ങളുടെ ഫുഡിൽ വരുന്ന വേസ്റ്റുകളായാലും ഞങ്ങൾ അതിനകത്ത് കൊണ്ടുപോയിടുകയും അതിൽ നിന്ന് ലഭിക്കുന്ന ദ്രാവകം അത് ഞങ്ങൾ വെള്ളം കലക്കി ഈ ചെടികളിലൂടെ ഒഴിക്കുന്നതിലൂടെ ചെടികൾക്ക് നല്ലൊരു വളം കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതിന് ഞങ്ങൾ ടൈം കണ്ടെത്താറുണ്ട്. ഞങ്ങൾ ഒരു സ്കൂള് വിടുന്നതിന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ മുമ്പ് ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ ഒപ്പം അധ്യാപകരും ഇതിന് വളരെ മറ്റേ ഓഫീസ് സ്റ്റാഫ്സുകളും ഞങ്ങളുടെ കൂടെ എല്ലാത്തിനും കൂടെ നിൽക്കാറുണ്ട്. നിരവധി മരങ്ങൾ ഉൾക്കൊള്ളുന്ന ക്യാമ്പസ് പരിസരത്ത് കരിയിലകൾ ഉപയോഗപ്രദമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനും മറ്റുമായി കരിയിലക്കൊട്ട എന്ന ആശയവും വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന് ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചെയ്തതെന്ന് പറഞ്ഞാൽ കരിയിലക്കൊട്ട എന്ന പ്രൊജക്റ്റ് ആയിരുന്നു. അത് കരിയിലകൾ ഞങ്ങൾ സൂക്ഷിച്ച് ഒരു നെറ്റിൻ്റെ മുകളിൽ ഇട്ടുകൊണ്ട് അത് നൈട്രജൻ വിഘടിച്ച് അതൊരു ഇതായിട്ട് മാറും. ചെടികൾക്കൊക്കെ വളമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയായിരുന്നു. ഇത് ഐഡിയ മുന്നോട്ട് വെച്ചത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഇൻചാർജ് കൂടിയായ ഷിയാസ് സാറാണ്. സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തു. പിന്നെ ഞങ്ങളെ ക്ലാസ് ടീച്ചർ രേഖ ടീച്ചറോടെയാണ് ഇതിൻ്റെ ഐഡിയകൾ പറഞ്ഞത്. ചെലവുകളും കാര്യങ്ങളൊക്കെ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടി, ഒരാൾ മാത്രമല്ല, വിദ്യാലയം ഒന്നടങ്കം പ്രവർത്തിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രവർത്തനം മുന്നോട്ട് വെച്ചത്. ഇതിനെല്ലാം പുറമെ ഭക്ഷണാവശിഷ്ടങ്ങളും ഓഫീസ് പേപ്പർ മാലിന്യങ്ങളും കമ്പോസ്റ്റാക്കി മാറ്റാനുള്ള കമ്പോസ്റ്റ് യൂണിറ്റും സജ്ജീകരിച്ചിട്ടുണ്ട്. ക്ലാസ് മുറികളിലും ഓഫീസ് മുറികളിലും വരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൃത്യമായി വർഗീകരിച്ച് ശേഖരിച്ച് മാസാവസാനം ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറുന്നുണ്ട്. സ്കൂളും പരിസരവും ഭംഗിയാക്കുന്നതിനായി കുട്ടികൾ വീടുകളിൽ നിന്നും കൊണ്ടുവന്ന ചെടികളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. മാലിന്യമുക്ത വിദ്യാലയ പദ്ധതിയുടെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് UP വിഭാഗത്തിൽ നിന്ന് സീനിയർ അധ്യാപിക ബിനി ബാലചന്ദ്രനും ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ നിന്ന് രേഖ MRുമാണ്. ഓഫീസ് പ്രതിനിധികളായ അഷറഫ്, സിജു, മീരാൻ എന്നിവരും കുട്ടികളുടെ പ്രവർത്തനത്തെ സഹായിക്കാൻ ഒപ്പമുണ്ട്. ജനവാസ കേന്ദ്രമായ പേട്ടയിലൂടെ ഒഴുകുന്ന മണ്ണാൻകടവ് തോട്ടിലേക്ക് മലിനജലം ഒഴുക്കുന്നവർക്കെതിരെ നടപടിയുമായി മൂവാറ്റുപുഴ നഗരസഭ. ഇതിനായി പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിട്ടുണ്ട്. ഓടകൾ തുറന്ന് പരിശോധിച്ച് നടപടിയെടുക്കാനാണ് നീക്കം. വർഷങ്ങളായി തുടരുന്ന ദുരിതത്തിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം രൂക്ഷമായതോടെയാണ് നഗരസഭ നടപടിക്കൊരുങ്ങുന്നത്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. 104ഓളം ഭിന്നശേഷിക്കാരാണ് കലോത്സവത്തിൽ പങ്കെടുത്തത്. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിൽ വർണ്ണച്ചിറകുകൾ എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേഴ്സി ജോർജ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സുവർണ ജൂബിലി ഹാളിൽ വിവിധ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി.
8 പഞ്ചായത്തുകളിൽ നിന്നുമായി 104 ഭിന്നശേഷിക്കാരാണ് കലോത്സവത്തിൽ പങ്കെടുത്തത്. സമാപന സമ്മേളനം മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ഞാനിവിടെ ബ്ലോക്ക് പഞ്ചായത്തിൽ ചെറിയൊരു ദൗത്യം ആഗ്രഹിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ പല സ്കൂളുകളിൽ പോവുകയും നമ്മുടെ ഇതിനു മുമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ജോസഫ് സാറ് നിരന്തരം ഏത് വേദിയാണ്, ഏത് സബ്ജക്റ്റാണ്, ഏത് തീമാണ്, ഏത് അതിഥികളാണ്, അദ്ദേഹം നിരന്തരം ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ അവകാശത്തെക്കുറിച്ചും സ്കൂളിനെ കുറിച്ചും നിരന്തരം സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്റെ മനസ്സിൽ വളരെ ആഴത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് സ്കൂൾ. 2 പ്രശ്നങ്ങളാവും. ഒന്ന്, എല്ലാ പഞ്ചായത്തിലും സ്കൂളുകൾ ഉണ്ടാക്കിയാൽ ആ സ്കൂൾ കൊണ്ടുനടക്കാനുള്ള സാമ്പത്തിക ശേഷി യഥാർത്ഥത്തിൽ നമ്മുടെ പഞ്ചായത്തുകൾക്കില്ല. അതുകൊണ്ട് അവരത് ഒന്നല്ലെങ്കിൽ ചെയ്യത്തില്ല, അല്ലെങ്കിൽ മനസ്സോടെ കൊണ്ടുനടക്കും. അപ്പൊ ഇതിന് എവിടെയെങ്കിലും ഒരു മോഡൽ, എന്തെങ്കിലും ഒരു സംവിധാനം വേണം. അപ്പൊ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഇനീഷ്യേറ്റീവ് എടുത്ത് ഒരു കാര്യം നിങ്ങൾ പഠിച്ചു പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നിയോജകമണ്ഡലത്തിൽ ഒന്നല്ലെങ്കിൽ 1 2 ഒന്നല്ലെങ്കിൽ 2 സ്ഥലത്ത് വളരെ വിശാലമായ ഒരു സ്കൂള് ചെയ്താൽ, എന്നിട്ട് സ്കൂൾ ബസ് ഏർപ്പെടുത്തിയാൽ, ബാക്കിയുള്ള കുട്ടികൾ പോകുന്നത് പോലെ സ്കൂൾ ബസ് ഏർപ്പെടുത്തിയാൽ ഒരു 3-4 പഞ്ചായത്തുകൾക്ക് വേണ്ടിയിട്ട് ഒരു സ്കൂൾ എന്ന കോൺസെപ്റ്റ് നിങ്ങൾക്ക് സ്വീകാര്യമാണോ? അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കുട്ടികളെ രാവിലെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടാൽ മറ്റ് സ്കൂളുകളിലെ കുട്ടികൾ വൈകിട്ട് വരുന്നവരെ അവർക്ക് കുറച്ചുകൂടി സൗകര്യവും അവർക്ക് കുറച്ചുകൂടി നല്ല അന്തരീക്ഷവുമുള്ള സ്കൂളിൽ പഠിക്കാൻ പറ്റും. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശിവാഗോ തോമസ്, മെമ്പർമാരായ ബെസ്റ്റിൻ ചേറ്റൂർ, റിയാസ് ഖാൻ, സിബിൾ സാബു, അഡ്വക്കേറ്റ് ബിനി ഷൈമോൻ, പ്രൊഫസർ ജോസ് അഗസ്റ്റിൻ, സെക്രട്ടറി S രശ്മി തുടങ്ങിയവർ പ്രസംഗിച്ചു. ആനിക്കാട് തിരുവമ്പ്രാവിൽ മഹാദേവ ക്ഷേത്രത്തിൽ മകരമാസത്തിലെ അമാവാസിയായ മകരവാവ് ബുധനാഴ്ച. പ്രധാന വാവുകളിലൊന്നായ മകരവാവ് ദിവസം രാവിലെ 5:30 മുതൽ പിതൃമോക്ഷ പ്രസിദ്ധമായ തീർത്ഥക്കരയിൽ ബലിയിടൽ ചടങ്ങുകൾ ആരംഭിക്കും. ബലിയിടൽ ചടങ്ങുകൾക്ക് ആനിക്കാട്ടിലത്ത് ബ്രഹ്മശ്രീ നാരായണൻ ഇളയത് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ, തിലഹവനം, സായുജ്യ പൂജ, പിതൃശുദ്ധി ക്രിയകൾ എന്നിവയുണ്ടായിരിക്കും. ക്ഷേത്രത്തിൽ മകരവാവിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി തിരുവമ്പ്രാവിൽ ദേവസ്വം മാനേജർ അറിയിച്ചു. പെരിങ്ങട് തീർത്ഥാടനപ്പള്ളിയിലെ തിരുനാൾ ജനുവരി 31 മുതൽ ഫെബ്രുവരി 3 വരെ നടത്തപ്പെടും. തിരുനാളിനോടനുബന്ധിച്ച് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് വികാരി ഫാദർ പോൾ കാരക്കൊമ്പിൽ. സീറോ മലബാർ സഭയിലെ കോതമംഗലം രൂപതയുടെ തീർത്ഥാടന കേന്ദ്രമായ വിശുദ്ധ യൗസേപ്പിതാവിന്റെ നാമത്തിലുള്ള പെരിങ്ങഴ പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസേപ്പിതാവിന്റെയും ധീര രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും ചരിത്രപ്രസിദ്ധമായ തിരുനാൾ ജനുവരി 31 മുതൽ ഫെബ്രുവരി 3 വരെ നടത്തപ്പെടും. ജനുവരി 31 വൈകിട്ട് വികാരി ഫാദർ പോൾ കാരക്കൊമ്പിൽ കൊടി ഉയർത്തുന്നതോടെ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമാകും. പ്രധാന തിരുനാൾ ദിവസങ്ങളായ ഫെബ്രുവരി 1 രാവിലെ 6:15 10 വിശുദ്ധ കുർബാന, നൊവേന, 10 പിതാപാത, വൈകിട്ട് 4:30 ലതീഞ്ഞ്, 4:45 തിരുനാൾ കുർബാന, സന്ദേശം, 6:30 പെരിങ്ങഴ പന്തലിലേക്ക് പ്രദക്ഷിണം, 8 സമാപന ആശീർവാദം, വാദ്യമേളം, നേർച്ച സദ്യ എന്നിവയും ഫെബ്രുവരി 2 രാവിലെ 6:45 10 വിശുദ്ധ കുർബാനയും നൊവേനയും, 10 പിതാപാത, വൈകിട്ട് 4:30 ലതീഞ്ഞ്, 4:45 ആഘോഷമായ തിരുനാൾ കുർബാന, 6:30 സെന്റ് ആന്റണീസ് കപ്പേളയിലേക്ക് പ്രദക്ഷിണം, 7:45 പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം, 8 കലാസന്ധ്യ എന്നിവ നടത്തപ്പെടും. തിരുനാൾ ദിവസങ്ങളിൽ ദേവാലയത്തിലേക്ക് എത്തുന്ന വിശ്വാസികൾക്കായി എല്ലാ വർഷത്തെയും പോലെ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇക്കൊല്ലവും ഒരുക്കിയിരിക്കുന്നതെന്ന് വികാരി ഫാദർ പോൾ കാരക്കൊമ്പിൽ പറഞ്ഞു. 160 വർഷങ്ങളോളമായി വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിച്ച് ദൈവമഹത്വത്തിനു വേണ്ടി ജീവിച്ച ഈ പെരിങ്ങഴ ഇടവകയുടെ തിരുനാളാണ്. എല്ലാവരെയും തിരുനാളിന് ഏറ്റവും സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുകയാണ്. തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഇടവകകൾക്കും അതുപോലെ മറ്റ് ആളുകൾക്കും എല്ലാവർക്കും പ്രത്യേകമായിട്ട് നേരുന്നു. ജനുവരി 31 കൊടിയേറ്റോടുകൂടെ തിരുനാളിന് ആരംഭം കുറിക്കും.
1-ാം തീയതിയും ഫെബ്രുവരി 1, 2 തീയതികളിൽ വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും ആത്മീയമായിട്ടുള്ള എല്ലാ ഉണർവുകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച ശേഷം നേർച്ച സദ്യയും 2-ാം തീയതി കലാസന്ധ്യയും ഉണ്ടായിരിക്കുന്നതാണ്. ഏറ്റവും സ്നേഹത്തോടുകൂടെ നിങ്ങളെല്ലാവരെയും ഈ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫെബ്രുവരി 3-ന് രാവിലെ ഇടവകയിൽ നിന്നും മരണമടഞ്ഞവരെ അനുസ്മരിച്ചുകൊണ്ടുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള സെമിത്തേരി സന്ദർശനത്തോടെയാണ് തിരുനാൾ ചടങ്ങുകൾ പൂർത്തിയാകുക. തിരുനാൾ ദിവസങ്ങളിൽ ദേവാലയത്തിലേക്ക് എത്തുന്ന വിശ്വാസികൾക്കായി എല്ലാ വർഷത്തെയും പോലെ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇക്കൊല്ലവും ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.